എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മൾ PSC ഓൺലൈൻ പരിശീലനത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളിന്ന് ഭിന്നസംഖ്യകൾ എന്നുള്ള ടോപ്പിക്കിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്തേക്കാണ് കടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഭിന്നസംഖ്യകളുമായി ബന്ധപ്പെട്ട് പരീക്ഷകളിൽ ചോദിച്ച് കണ്ടിട്ടുള്ള ചില ഉദാഹരണങ്ങൾ, 3 ഉദാഹരണങ്ങളാണ് ഈ ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അവ ഓരോന്നിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത് മനസ്സിലാക്കി നമുക്കൊന്ന് മുന്നോട്ട് പോകാം. കൂടുതലായിട്ടും പ്രാക്ടിക്കൽ എക്സാമ്പിളുകളാണ്. ഇപ്പോൾ സംഖ്യകളെ ആസ്പദമായോ അല്ലെങ്കിൽ റിയൽ കേസസിനെ ആസ്പദമാക്കിയിട്ടോ നമ്മൾ ഭിന്നസംഖ്യാ രീതിയിൽ ഉപയോഗിക്കാവുന്ന ചില ഭാഗങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ചോദ്യം വായിക്കാം. ഒരു സംഖ്യ അതിൻ്റെ 1/3 12 കൂടുതലാണ്. സംഖ്യ ഏത്? അപ്പോൾ ഒരു സംഖ്യയും അതിൻ്റെ 1/3 തമ്മിലുള്ള വ്യത്യാസത്തെ ആസ്പദമാക്കിയിട്ടാണ് നമുക്ക് ചോദ്യം തന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു സംഖ്യ അതിൻ്റെ 1/3 12 കൂടുതലാണ്. നമ്മൾ മനസ്സിലാക്കുക, നമ്മളിപ്പോൾ ഒരു സംഖ്യയ്ക്ക് 3 ഭാഗങ്ങളുണ്ടെങ്കിൽ അതിൽ ഒരു ഭാഗം നമ്മൾ എടുത്തു വച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനേക്കാളും 12 കൂടുതലാണ് സംഖ്യ എന്ന് പറഞ്ഞാൽ സംഖ്യയിൽ ബാക്കിയുള്ളതാണ് 12 എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഒരു സംഖ്യയുടെ 1/3 എടുത്തു കഴിഞ്ഞാൽ അതിൽ ബാക്കി എത്രയാണ് ഉണ്ടാവുക? സംഖ്യ എന്ന് പറഞ്ഞാൽ എപ്പോഴും മുഴുവൻ അല്ലെങ്കിൽ 1 എന്നുള്ള ഒരു പൂർണ്ണമായുള്ള ആ ഒരു സംഖ്യ. അപ്പോൾ 1-ൽ നിന്ന് അതിൻ്റെ 1/3 പോയി കഴിഞ്ഞാൽ ബാക്കി ഇനി എത്രയാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. 1/3 പോയാൽ ബാക്കി 1/3 2 ഭാഗമാണ് അവശേഷിക്കുക, അല്ലേ? അപ്പോൾ നമ്മുടെ സംഖ്യ എക്സ് ആണെന്നിരിക്കട്ടെ. അപ്പോൾ എക്സിൻ്റെ 1/3 ഭാഗമാണ് നമുക്കിവിടെ തന്നിരിക്കുന്ന 12. ഇപ്പം 1/1 3/2 കൂട്ടിയാലാണ് അത് ആ സംഖ്യ പൂർണ്ണമാവുക. അതുകൊണ്ട് സംഖ്യയുടെ 1/2 ഭാഗമാണ് 12 എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? എക്സ് എത്രയാണ്, സംഖ്യ ഏതാണ് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അപ്പുറത്തെ സൈഡിലൊരു 12 ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇവിടുന്ന് ഒരു ഫ്രാക്ഷൻ കൂടി അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക. ഒരു ഭിന്നസംഖ്യ ഒരു ഇക്വേഷൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഭിന്നസംഖ്യ നേരെ വ്യുൽക്രമമാവുക, അല്ലേ? a/b എന്നാണെങ്കിൽ അത് b/a എന്ന രീതിയിലേക്കായിരിക്കും മാറുക. അപ്പോൾ 12 × 3/2 ആയിരിക്കും നമ്മുടെ ഉത്തരം. അപ്പോൾ ഈ 12ഉം ഛേദത്തിലുള്ള 2ഉം തമ്മിൽ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 12ഉം 2ഉം തമ്മിൽ ക്യാൻസൽ ആയാൽ നമുക്ക് അവശേഷിക്കുക 6ആണ്. അപ്പോൾ 6 × 3 18 സംഖ്യ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ്. ഇപ്പോൾ സംഖ്യയ്ക്ക് നമ്മൾ എക്സ് എന്ന് പറയുന്നൊരു വാല്യൂ കൊടുക്കണം, എന്നിട്ട് അവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ചെയ്യണം. അപ്പോഴാണ് നമുക്കതിൻ്റെ ഉത്തരം കിട്ടുക. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ക്വസ്റ്റ്യനിലേക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ 1/3 12 കൂടുതലാണ്. നമ്മൾ മനസ്സിലാക്കുക, സംഖ്യയെ നമ്മൾ 3 ഭാഗങ്ങളാക്കുന്നു. അതിൽ ഒരു ഭാഗത്തിൻ്റെ കൂടെ എത്ര ഭാഗം ചേർന്നാലാണ് സംഖ്യ മുഴുവനാവുക? 2 ഭാഗവും കൂടി ചേരണം, അല്ലേ? അപ്പോൾ സംഖ്യയുടെ 2 ഭാഗം 12 എങ്കിൽ ഓരോ ഭാഗവും 6 എന്നാണ് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ സംഖ്യ മുഴുവൻ എന്ന് പറഞ്ഞാൽ സംഖ്യയ്ക്ക് 3 ഭാഗങ്ങളാണുള്ളത്. അപ്പോൾ ഓരോ ഭാഗവും 6 സംഖ്യ മുഴുവൻ എത്രയാണ്? 18 എന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്കത് പിടികിട്ടും. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു എക്സാമ്പിളാണ്. ഒരു സംഖ്യ അതിൻ്റെ 5/3 28 കൂടുതലാണ്. സംഖ്യ ഏത്? 5/3 28 കൂടുതൽ. അപ്പോൾ നമുക്ക് ആദ്യം നോർമലി നമ്മൾ ഇക്വേഷൻ രീതിയിൽ ചെയ്യുന്ന കാൽക്കുലേഷൻ പഠിക്കാം. അപ്പോൾ ഇക്വേഷൻ രീതിയിലാണെങ്കിൽ നമ്മൾ എങ്ങനെ ചിന്തിക്കും? 5/3 ഭാഗം എടുത്തു വെച്ചു. ഇനി എത്ര കൂടി വരണം? 5/2 ഭാഗമാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ ആ വ്യത്യാസം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സംഖ്യയുടെ 5/2 ഭാഗമാണ് നമ്മൾ ഇനി കൂട്ടേണ്ടത്. അപ്പോൾ സംഖ്യയുടെ 5/2 ഭാഗം 28 എന്ന് മനസ്സിലാക്കിയാൽ നമുക്കതിൽ നിന്ന് സംഖ്യ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. നമ്മൾ ആ ഒരു ഭിന്നസംഖ്യയെ അപ്പുറത്തെ സൈഡിലോട്ട് പോയാൽ അതിങ്ങനെയാണ് വരിക. 28 × 5/2 അല്ലേ? അപ്പോൾ ആ 28ഉം 2ഉം തമ്മിൽ ക്യാൻസലായി കഴിഞ്ഞാൽ നമുക്ക് നേരെ പകുതിയാവും 14. 14 × 5 ചെയ്യുമ്പോൾ കിട്ടുന്ന 70 നമുക്ക് ഉത്തരമായി വരിക. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഇനി ഞാൻ ഒന്നുകൂടെ പറയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മനസ്സിൽ തന്നെ കൂട്ടിയെടുക്കുന്ന ആ ഒരു രീതി എന്ന് പറയുന്നത്, നമ്മൾ ചിന്തിക്കുന്നു 5/3 ഭാഗം നമ്മൾ എടുത്തു വെച്ചു. അപ്പോൾ സംഖ്യയ്ക്ക് ടോട്ടൽ 5 ഭാഗമുണ്ട്. സംഖ്യ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ഭാഗം. അതിൽ 3 ഭാഗം നമ്മൾ എടുത്തു വെച്ചു. ഇനി എത്ര കൂടി വരണം? 2 ഭാഗം. അപ്പോൾ ആ വന്ന 2 ഭാഗമാണ് 28 എങ്കിൽ 5 ഭാഗം എത്ര? 2 ഭാഗം 28 ആണെങ്കിൽ 5 ഭാഗം എത്ര? അപ്പോൾ 2 ഭാഗം 28 പറയുമ്പോൾ 1 ഭാഗം 14. സംഖ്യയുടെ ഓരോ ഭാഗവും 14.
നമ്മുടെ സംഖ്യയ്ക്കാണെങ്കിൽ 5 ഭാഗങ്ങളുണ്ട്. അപ്പോൾ 14 × 5 നമ്മൾ ഈ പറഞ്ഞ കാൽക്കുലേഷൻ തന്നെ വരും. ഓരോ ഭാഗവും 14, ആകെയുള്ള 5 ഭാഗങ്ങൾ ചേർന്നാൽ സംഖ്യ 70. 14 × 5 70. അടുത്ത ചോദ്യം, ഒരു സംഖ്യയുടെ 4/1 ഭാഗവും അതേ സംഖ്യയുടെ 5/2 ഭാഗവും തമ്മിലുള്ള വ്യത്യാസം 18 ആണെങ്കിൽ സംഖ്യയുടെ 8/5 ഭാഗം എത്ര? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് ടൈപ്പിൻ്റെ തന്നെ, നമ്മൾ ആദ്യത്തെ 2 ചോദ്യങ്ങൾ ഒരേ ടൈപ്പിലാണ് നമ്മൾ ചെയ്തു പോയത്. അപ്പോൾ ആ ചോദ്യങ്ങളുടെ തന്നെ മറ്റൊരു വേർഷനാണ്. അതായത് ഭിന്നസംഖ്യകളുടെ എണ്ണം കുറച്ചുകൂടെ കൂടുന്നു. നേരത്തെ പറഞ്ഞത് സംഖ്യയും അതിൻ്റെ ഒരു ഭാഗവും തമ്മിലുള്ള വ്യത്യാസമാണെങ്കിൽ ഇവിടെ സംഖ്യയുടെ 2 ഭിന്നസംഖ്യകൾ 2 ഭാഗങ്ങൾ എടുക്കുന്നു. ആ ഭാഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മുടെ ചോദ്യത്തിൽ പറയുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നേരത്തെ പറഞ്ഞ പോലെ മനക്കണക്ക് വഴി ചെയ്യാനായിട്ട് അതത്ര എളുപ്പമായിരിക്കത്തില്ല. കാരണം നമ്മൾ 2 രീതിയിലുള്ള കാൽക്കുലേഷൻ നമ്മളവിടെ ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ നമ്മുടെ ചോദ്യം നോക്കാം. 4/1 5/2 തമ്മിലുള്ള വ്യത്യാസം. ഈ 4/1 5/2 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് നമുക്ക് ആദ്യമേ ഒന്ന് കണ്ടുപിടിക്കാം. അത് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുന്നു. 5/2 എന്ന് പറയുന്നത് 4/1 കൂടുതലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ചെടുക്കുന്നു. 2/5 മൈനസ് 1/4. ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിൽ നമുക്ക് തോന്നുന്ന ഒരാശയത്തിൻ്റെ പ്രതിയാണ് നമ്മൾ ചെയ്യുക. കാരണം 4/1 എന്ന് പറയുന്നതിനേക്കാൾ ഇച്ചിരി കൂടുതലായിരിക്കും 5/2 എന്നൊരു റഫായിട്ടുള്ള ഒരു അസംഷൻ. അത് എത്രയാണെന്ന് അറിയില്ലെങ്കിലും നമുക്ക് കൂടുതലാണ് എന്നുള്ളൊരു ആശയം നമുക്ക് പിടികിട്ടുമല്ലോ. ഇപ്പോൾ തിരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ 1/4 മൈനസ് 2/5 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നെഗറ്റീവ് ഉത്തരമായിരിക്കും കിട്ടുക. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് തിരിച്ചെടുത്തത്. അപ്പോൾ നേരെ നമ്മൾ സാധാരണ എടുക്കുന്ന അതേ രീതിയിൽ തന്നെ ചെയ്യുന്നു. അതായത് 8 മൈനസ് 5, 8 ക്രോസ് പ്രോഡക്റ്റ് എടുത്ത് ചെയ്യുന്നു. 8 മൈനസ് 5 ഡിവൈഡഡ് ബൈ 5 × 4 20 എന്നുള്ള രീതിയിലാണത് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഭിന്നസംഖ്യ ഉത്തരമായി കിട്ടും. 3/20 ആണത് അല്ലേ. അപ്പോൾ സംഖ്യയുടെ 3/20, ഇപ്പോൾ എക്സ് എന്നൊരു വാല്യൂ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എക്സ് ഇൻറ്റു 3/20 ആണ് നമുക്ക് ഈ തന്നിരിക്കുന്ന 18, വ്യത്യാസമായ 18. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്യാൻസൽ ചെയ്യുന്ന രീതിയിൽ തന്നെ ഇത് പറയാം. ഇപ്പോൾ ഈ ഇപ്പുറത്തെ സൈഡിലുള്ള 3 നമ്മൾ ഓരോ തവണയും ഭിന്നസംഖ്യ അപ്പുറത്തോട്ട് കൊണ്ടുപോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഇവിടെ വെച്ച് തന്നെ ക്യാൻസൽ ചെയ്യാം. കാരണം 3ഉം 18ഉം എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതല്ലേ. അപ്പോൾ നമുക്ക് ഇടയ്ക്കത്തെ ആ ഒരു സ്റ്റെപ്പും കൂടെ നമുക്ക് ഒഴിവാക്കാം, ഭിന്നസംഖ്യ അപ്പുറത്തോട്ട് കൊണ്ടുപോകുന്ന സ്റ്റെപ്പും കൂടെ. അപ്പോൾ നമുക്ക് ഫൈനൽ കാൽക്കുലേഷൻ കിട്ടുക. ഈ 20 അപ്പുറത്തോട്ട് പോകുന്നു. 26 നമുക്ക് എളുപ്പത്തിൽ പറയാവുന്നതേ ഉള്ളൂ. എക്സ് ഈക്വൽ ടു 120. അപ്പോൾ നമ്മുടെ സംഖ്യ 120 ആണ്. ഇനി നമ്മുടെ ചോദ്യം എന്താണ്? ഈ 120ൻ്റെ മറ്റൊരു ഭിന്നസംഖ്യ നമുക്ക് കണ്ടുപിടിക്കണം. 120ൻ്റെ ഒരു ഭാഗം കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര ഭാഗമാണ്? 120ൻ്റെ 8/5 ഭാഗമാണ് കണ്ടുപിടിക്കേണ്ടത്. 120ൻ്റെ 8/5 ഭാഗം. നമുക്ക് ക്യാൻസലേഷൻ നമുക്ക് പെട്ടെന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം പെട്ടെന്ന് കിട്ടുന്നു അത്രത്തോളം പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടും. 120 എന്ന് പറയുന്നത് 8 × 15 ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ്. കാരണം 10 8 എന്ന് പറയുന്നത് 80, പിന്നെ ഒരു 5 8 എന്ന് പറയുന്നത് 40. ഈ 80 40 ചേരുന്നതാണ് 120. അപ്പോൾ 120 എന്ന് പറയുന്നത് 8ൻ്റെ 15 മടങ്ങാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ 15 × 5 75 ആണ് നമുക്ക് വേണ്ട ഉത്തരം. സംഖ്യയുടെ 8/5 ഭാഗം എന്ന് പറയുന്നത് 75 ആണ്. ഇനി മറ്റൊരു രീതിയിൽ നമ്മളിതിനെ പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ 4/1 5/2 എന്നുള്ള ആ ഒരു 2 ഭാഗങ്ങൾ കമ്പയർ ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 8/5 ഭാഗമാണ്. നമ്മളിപ്പോൾ ഈ പറയുന്ന 18ൽ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 18 എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കി 20ൽ 3 ഭാഗമാണെന്ന്. അതായത് ഈ ഭാഗത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അതായത് എക്സ് കണ്ടുപിടിക്കാതെ തന്നെ ഡയറക്റ്റ് 75ലേക്ക് വരാനുള്ള മാർഗ്ഗം. ഇപ്പോൾ 18 എന്ന് പറയുന്നത് 3/20 ഭാഗമാണ്. 20ൽ 3 ഭാഗം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? 18 × 20/3 അങ്ങ് ചെയ്യുന്നു. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സംഖ്യയായിരിക്കും. എന്നിട്ട് ആ രണ്ടാമത്തെ മൾട്ടിപ്ലിക്കേഷനായ 5/8 കൂടി അവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ അങ്ങ് ചെയ്യാം. ഒറ്റയടിക്ക് നമുക്ക് ചെയ്തു പോകാം. അങ്ങനെ ചെയ്യാനാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ഉത്തരം കിട്ടും. ഇപ്പോൾ 3ഉം 18ഉം ക്യാൻസലായി ഒരു 6 വന്നു. ഇനി ഒരു 8 20 തമ്മിൽ ക്യാൻസലായി കഴിഞ്ഞാൽ നമുക്ക് 4 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 5 ഇവിടെ വരും. ഇവിടെ വരുന്നത് 2 ആയിരിക്കും. ഇനി ആ 2ഉം 6ഉം തമ്മിൽ വെട്ടിയാൽ 3 വരുന്നു. 3 × 5 15 × 5 75. നമുക്ക് വേണമെങ്കിൽ അങ്ങനെയാണെങ്കിലും ഈ 120 എന്ന് പറയുന്ന ഇടയ്ക്കുള്ള ആ ഒരു സംഖ്യയുടെ വില നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമല്ല. കാരണം നമുക്ക് സംഖ്യ ഏതെന്നുള്ളൊരു ചോദ്യം ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ഈ മൾട്ടിപ്ലിക്കേഷൻ വഴിയാണെങ്കിലും നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം നോക്കാം. ഒരാൾ തൻ്റെ കയ്യിലുള്ള പണത്തിൻ്റെ 1/3 മകനും അവശേഷിച്ചതിൻ്റെ 4/1 ഭാര്യയ്ക്കും കൊടുത്തു. അയാളുടെ കയ്യിൽ 480 രൂപ ബാക്കിയുണ്ടെങ്കിൽ മകന് കിട്ടിയത് എത്ര?
അപ്പോൾ ഒരാൾ തൻ്റെ കയ്യിലുള്ള പണത്തിൻ്റെ 1/3 മകന് കൊടുത്തു, 1/4 ഭാര്യയ്ക്കും കൊടുത്തു. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം 1/3, 4/1 എന്ന രണ്ട് ഭിന്നസംഖ്യ ആദ്യം നമ്മൾ പറയുന്ന അതിൻ്റെ ഡയറക്റ്റായിട്ടുള്ള മെത്തേഡ് നമുക്ക് ആദ്യം പറയാം. എന്നിട്ട് നമുക്കൊരു ഇച്ചിരി കൂടെ ഷോർട്ടായിട്ട് ചെയ്യാനുള്ള മാർഗ്ഗം നമുക്ക് രണ്ടാമത് പറയാം. അപ്പോൾ 1/3 മകന് കൊടുത്തു എന്നുള്ളത് നമ്മൾ ആദ്യമേ അങ്ങ് എടുക്കുക. കാരണം അത് കയ്യിലുള്ള പണത്തിൻ്റെ കണക്കാണ്, അതിൻ്റെ 1/3 മകന് കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മാറ്റമൊന്നും വരുത്തണ്ട, 1/3 അങ്ങനെ തന്നെ എടുക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പിലാണ് ഒത്തിരി ആൾക്കാർ ഇത് മിസ്ലീഡായി പോകുന്ന, ഡീവിയേറ്റ് ആയി പോകുന്ന ഒരു ഭാഗം. അതായത് 4/1 ഭാര്യയ്ക്ക് കൊടുത്തു എന്ന് മാത്രമാണ് നമ്മൾ വായിച്ചതെങ്കിൽ നമുക്ക് തെറ്റി എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്ക് പറഞ്ഞിരിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക് എന്ന് പറയുന്നത് അവശേഷിച്ചതിൻ്റെ 4/1 എന്നതാണ്. ആദ്യത്തെ ഭാഗം നോക്കി, ഒരാൾ തൻ്റെ കയ്യിലുള്ള പണത്തിൻ്റെ, അതായത് മുഴുവൻ പണത്തിൻ്റെയും, രണ്ടാമത്തെ കണക്ക് അതല്ല. മുഴുവൻ പണത്തിൻ്റെ 4/1 അല്ല ഭാര്യയ്ക്ക് കൊടുക്കുന്നത്, മറിച്ച് അവശേഷിച്ചതിൻ്റെ 4/1 കൊടുക്കുന്നത്. അപ്പോൾ അവശേഷിച്ചതിൻ്റെ 4/1 എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ എടുക്കേണ്ടത് ഈ 1/3 മകന് കൊടുത്ത ശേഷം അയാളുടെ കയ്യിൽ അവശേഷിക്കുന്നത് 2/3 ഭാഗമാണ്. ആ 2/3 ഭാഗത്തിൻ്റെ 4/1 ഭാഗമാണ് ഭാര്യയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ 2/3 4/1 എന്ന് പറഞ്ഞാൽ അത് എത്രയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 2/12 അല്ലെങ്കിൽ കുറച്ചുകൂടി സിമ്പിളായിട്ട് എഴുതിയാൽ 6/1 ഭാര്യയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ആ ചോദ്യത്തിൽ നമുക്ക് വളരെ ക്രിട്ടിക്കലായിട്ട് വരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാൽക്കുലേഷൻ ഇങ്ങനെ എടുക്കാതെ നമ്മൾ ആ 4/1 മാത്രമാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പോകുന്നത് വേറൊരു റൂട്ടിലായിരിക്കും. പിന്നീട് അങ്ങോട്ട് നമ്മൾ ചെയ്യുന്നതെല്ലാം തെറ്റായിരിക്കും. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്കൊന്ന് നോക്കാം. 3/1 മകന് കൊടുത്തു, 6/1 ഭാര്യയ്ക്കും കൊടുത്തു, അല്ലേ? അപ്പോൾ നമുക്ക് അവശേഷിച്ചൊന്ന് കണ്ടുപിടിക്കാം. ഈ 3/1 ഞാനൊന്ന് മാറ്റി എഴുതുകയാണ്. 3/1 എന്ന് പറഞ്ഞാൽ 6/2 തുല്യമല്ലേ? 6/2. അപ്പോൾ 6/2 മകന് കിട്ടി, 6/1 ഭാര്യയ്ക്ക് കൊടുത്തു. അപ്പോൾ ആകെ 6 ഭാഗങ്ങളുണ്ടെങ്കിൽ അയാളിപ്പോൾ 2 ഭാഗം മകനും 1 ഭാഗം ഭാര്യയ്ക്കും ആകെ 3 ഭാഗങ്ങൾ കൊടുത്തു കഴിഞ്ഞു. 6/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 2/1 തുല്യമാണ്. അയാളുടെ കയ്യിലുള്ള പണത്തിൻ്റെ പകുതി തീർന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഇനി അയാളുടെ കയ്യിൽ ബാക്കിയുള്ളത് മറ്റൊരു പകുതിയായിരിക്കും. ആ മറ്റൊരു പകുതിയും നമുക്ക് 2/1 എന്ന് തന്നെയായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ അയാളുടെ കയ്യിലുള്ള പണത്തിൻ്റെ ബാക്കി പകുതിയാണ് 480. നമ്മുടെ ചോദ്യം എന്താണ്? മകന് കിട്ടിയത് എത്ര? ഇപ്പോൾ പകുതി 480 എന്ന് മനസ്സിലായി. അപ്പോൾ മുഴുവൻ തുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും 960 ആയിരിക്കും. അയാളുടെ കയ്യിൽ ആദ്യമേ ഉണ്ടായിരുന്ന മുഴുവൻ തുക 960. ഇനി മകന് കൊടുക്കുന്നത് എത്രയാണ്? മുഴുവൻ തുകയുടെ 1/3. അപ്പോൾ 960ൻ്റെ 1/3 മകന് കിട്ടുക. 960ൻ്റെ 1/3 എടുത്താൽ നമുക്ക് കിട്ടുക 960നെ നേരെ 3 കൊണ്ട് ഹരിക്കുന്നു, 320 രൂപയാണ് മകന് കൊടുക്കുക എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലെ സിമിലറായിട്ടുള്ള മറ്റൊരു ചോദ്യം കൂടി നോക്കാം. ഒരു കച്ചവടക്കാരൻ വാങ്ങിയ മുട്ടകളിൽ 5/1 ചീഞ്ഞുപോയി. അവശേഷിച്ചതിൻ്റെ 5/3 ഭാഗം അയാൾ വിറ്റു. 48 മുട്ടകൾ ബാക്കി വന്നെങ്കിൽ അയാൾ ആകെ വാങ്ങിയത് എത്ര? അപ്പോൾ 5/1 ചീഞ്ഞു പോയി, അവശേഷിച്ചതിൻ്റെ 5/3 ഭാഗം അയാൾ വിറ്റു. അപ്പോൾ അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ ഈ അവശേഷിച്ചതിൻ്റെ ആണെന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകമായി ആദ്യം തന്നെ ആ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുന്ന ഫസ്റ്റ് കാണുന്ന സമയത്ത് തന്നെ ആ ഒരു സംഭവം നമ്മൾ തിരിച്ചറിയണം. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഡീവിയേഷൻ ക്വസ്റ്റ്യനിൽ നമുക്ക് ബാധിക്കും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 5/1 ചീഞ്ഞു പോയി എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ഭിന്നസംഖ്യ നമ്മൾ എടുത്തു, 5/1. അപ്പോൾ 5/1 ചീഞ്ഞു പോയ ശേഷം അയാളുടെ കയ്യിൽ അവശേഷിച്ചത് എന്താണെന്ന് മാത്രം നമ്മൾ ആദ്യമേ ഒന്ന് എഴുതണം. അവശേഷിച്ചത് എത്രയാണ്? 5/1 പോയാൽ ബാക്കി 4 ഉണ്ട്. അപ്പോൾ 5/4 ഭാഗം അയാളുടെ കയ്യിൽ ബാക്കിയുണ്ടെന്ന് മനസ്സിലാക്കാം. ആ 5/4ൻ്റെ 5/3 ഭാഗം എന്നാൽ എത്ര വരും എന്നുള്ളത് നോക്കാം. 5/4ൻ്റെ 5/3 ഭാഗം നമ്മളത് ക്യാൻസൽ ചെയ്യാനായിട്ടൊന്നും ബാക്കിയില്ല. അപ്പോൾ 12/25 ഭാഗമാണത് വരിക. 12/25. അപ്പോൾ നമുക്ക് 1/5 12/25 എന്ന രണ്ട് ഭിന്നസംഖ്യകൾ വരുന്നുണ്ട്. ആ 1/5നെ നമുക്ക് കൂട്ടാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി നമ്മളൊന്ന് മാറ്റി എഴുതുകയാണ് 5/25. മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. കാരണം 1/5 എന്ന് പറഞ്ഞാൽ 5/25 ആണ്. നമുക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമല്ല. പിന്നെ രണ്ടാമത്തെ ബാക്കിയുള്ള ഭാഗം എന്ന് പറയുന്നത് അയാൾ വിറ്റ ഭാഗം എന്ന് പറയുന്നത് 12/25 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആകെ എത്രയായിട്ടുണ്ട്? 5ഉം 12ഉം 17 ആയിട്ടുണ്ട്. 17 ഭാഗങ്ങൾ പോയി. അപ്പോൾ ഇനി അയാളുടെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ 17 കുറച്ചിട്ട് ബാക്കിയുള്ള 8 ഭാഗമാണ് അവശേഷിക്കുന്നത്. അതായത്
അയാളുടെ കയ്യിൽ അവശേഷിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് 8/25 ഭാഗമാണ്. നമുക്ക് നോക്കാം, ആകെ വാങ്ങിയതിൻ്റെ, അതായത് ആകെ വാങ്ങിയത് എക്സ് ആണെങ്കിൽ ആ എക്സിൻ്റെ 8/25 ഭാഗമാണ് അയാളുടെ കയ്യിലിപ്പോൾ ബാക്കിയുള്ള 48 മുട്ടകൾ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ 8ഉം 48ഉം തമ്മിൽ ക്യാൻസൽ ചെയ്യുന്നു, 6 വരുന്നു. അപ്പോൾ എക്സ് ഈക്വൽ ടു 25 × 6, 25 × 6 ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 150 ആണ്. എക്സ് ഈക്വൽ ടു 150 എന്നാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നത് ആകെയുള്ള മുട്ടകളുടെ എണ്ണം 150. അടുത്ത ചോദ്യം, ഒരു കുടുംബത്തിലെ അംഗങ്ങൾ ചേർന്ന് ഒരു കേക്ക് പങ്കിട്ടു. അച്ഛൻ 1/5 എടുത്തതിന് ശേഷം അവശേഷിച്ചത്, ബാക്കിയുള്ളത് മറ്റംഗങ്ങൾ തുല്യമായി വീതിച്ചു. മറ്റുള്ളവർ ഓരോരുത്തർക്കും കേക്കിൻ്റെ 1/20 ഭാഗം വീതം കിട്ടിയെങ്കിൽ കുടുംബത്തിലെ അംഗങ്ങൾ എത്ര? ഇപ്പോൾ ഒരു കേക്ക് ഒരു കുടുംബത്തിലെ അംഗങ്ങൾ ചേർന്ന് വീതിക്കുകയാണ്. അപ്പോൾ കുടുംബത്തിലെ അച്ഛൻ കേക്കിൻ്റെ 1/5 എടുത്തു. ഇനി അവശേഷിച്ച ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ 1/5 എടുത്ത ശേഷം അവശേഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ 4/5 എന്നുള്ള ആ ഒരു ആശയം, അവിടെയാണ് നമ്മൾ തുടങ്ങേണ്ടത്. ഈ 4/5 നമുക്കൊരിക്കലും ക്വസ്റ്റ്യനിൽ നിന്ന് ലഭിക്കില്ല, മറിച്ച് നമ്മൾ ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരേണ്ട ഒരു ഫിഗറാണ്. 1/5 പോയാൽ ബാക്കി 4/5 ഭാഗമാണ് ഉള്ളത് എന്നുള്ളത് വളരെ നാച്ചുറലായിട്ട് നമുക്ക് വരുന്ന ഒരു തിങ്കിങ് ആണ്. അപ്പോൾ ആ ഒരു ആശയം നമുക്ക് കിട്ടണം. 4/5 ഭാഗം അവശേഷിക്കുന്നു. അത് എന്ത് ചെയ്തു? കുറേ അംഗങ്ങൾ ചേർന്ന് തുല്യമായി വീതിച്ചു. മറ്റംഗങ്ങൾ തുല്യമായി വീതിച്ചു. തുല്യമായി എന്നുള്ള വാക്കിനവിടെ പ്രത്യേകമായിട്ടുള്ള പ്രാധാന്യമുണ്ട്. കാരണം അവർ എങ്ങനെയെങ്കിലുമൊക്കെ വീതിച്ചു എന്നല്ല പറയുന്നത്, എല്ലാവർക്കും ഈക്വൽ ഷെയർ കിട്ടുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ ഓരോരുത്തർക്കും കിട്ടിയത് കേക്കിൻ്റെ 1/20 ഭാഗം വീതമാണ്. കുടുംബത്തിലെ അച്ഛനൊഴികെ മറ്റംഗങ്ങൾക്ക് ഓരോരുത്തർക്കും കേക്കിൻ്റെ 1/20 ഭാഗം വീതമാണ് കിട്ടിയത്. ആ 1/20 വീതം എക്സ് ആൾക്കാരെടുത്തു എന്ന് വിചാരിക്കുക. അതായത് എക്സ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, എക്സ് ആൾക്കാർ എന്ന് പറഞ്ഞാൽ മറ്റംഗങ്ങളുടെ എണ്ണമാണ്. എക്സ് ആൾക്കാർ 1/20 വീതം എടുത്തപ്പോൾ ആ കേക്കിൻ്റെ ബാക്കിയുള്ള ഭാഗമായ 4/5 നമുക്ക് കിട്ടണം. അപ്പോൾ അതിനെ ഒന്ന് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ഈ 20 ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പോൾ എക്സ് ഈക്വൽ ടു നമുക്ക് കണക്ക് വരുന്നത് 20 × 4 / 5 എന്നാണ്. എക്സ് ഈക്വൽ ടു 20 × 4/5. അപ്പോൾ അതിനകത്ത് 20ഉം 5ഉം വെട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു 4 വരും. 4 × 4 ഒരു 16 എന്നുള്ളൊരു കണക്ക് നമുക്ക് കിട്ടും. 16. ഇതിനകത്ത് ഭൂരിഭാഗം പേരും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നേരെ ചാടിക്കയറി 16 ഉത്തരം എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ അത് പ്രത്യേകമായിട്ടൊന്ന് ഓർക്കണം. നമ്മൾ എന്താണ് എക്സ് എന്ന് കൊടുത്തത്? എക്സ് എന്ന് പറഞ്ഞത് നമ്മൾ കുടുംബത്തിലെ മറ്റംഗങ്ങളുടെ എണ്ണമാണ്. മറ്റംഗങ്ങൾ 16 പേരുണ്ട് എന്ന് മാത്രമാണ് നമുക്കിപ്പോൾ മനസ്സിലായത്. നമ്മുടെ ചോദ്യം എന്താണ്? കുടുംബത്തിലെ അംഗങ്ങൾ എത്ര? അപ്പോൾ ആ ഒരു ആശയം നമ്മളവിടെ ഉൾക്കൊള്ളണം. കുടുംബത്തിലെ മറ്റംഗങ്ങൾ എന്ന് പറഞ്ഞാൽ അച്ഛൻ കൂടാതെ കുടുംബത്തിലുള്ളവരുടെ എണ്ണമാണ് 16. കുടുംബത്തിലെ അംഗങ്ങൾ എത്ര എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം 17 ആയിരിക്കും എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർമ്മിക്കുക. നമ്മൾ അവസാനം വരെ കാൽക്കുലേഷൻ എല്ലാം ശരിയായിട്ട് ചെയ്ത് 16 കണ്ടുപിടിച്ച ശേഷം നേരെ ഓപ്ഷനിലേക്ക് നോക്കി ഉത്തരം എഴുതി പോകരുത്. ആ 16ൻ്റെ കൂടെ അച്ഛനെ കൂടെ കൗണ്ട് ചെയ്യുമ്പോൾ കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം 17 ആണ് എന്ന് ഓർമ്മിക്കുക. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഫ്രാക്ഷൻസ് എന്നുള്ള ഭിന്നസംഖ്യകൾ എന്നുള്ള ടോപ്പിക്കിൻ്റെ അവസാന ഭാഗമായിരുന്നു ഇത്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു 3 ടൈപ്പ് ചോദ്യങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയത്. ആ 3 ടൈപ്പ് ചോദ്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഭിന്നസംഖ്യകൾ എന്നുള്ള ആ ഒരു ടോപ്പിക്കിൽ നിന്ന്, ആ ഒരു ആശയത്തെ അടിസ്ഥാനമാക്കി മത്സര പരീക്ഷകളിൽ കാണാറുള്ള ചോദ്യങ്ങളിൽ മജോറിറ്റി മേജറായിട്ട് പ്രധാനമായിട്ട് കാണാറുള്ള കൂടുതലായിട്ട് കാണുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ 5 അധ്യായങ്ങളിലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ചില ആശയങ്ങൾ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചില ധാരണകളായി കൺസെപ്റ്റുകളായി നമ്മൾ മനസ്സിൽ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ചോദ്യങ്ങൾ നമുക്ക് ടിപ്പിക്കലായിട്ടുള്ള ചില എക്സാമ്പിളുകൾ ആ ചോദ്യത്തെ ആസ്പദമാക്കി ഉള്ളൊരു മെത്തേഡായിരിക്കും നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് കൃത്യമായി മനസ്സിലാക്കി പോയാൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഭിന്നസംഖ്യകളെ ആസ്പദമാക്കി ഒരു മത്സര പരീക്ഷയിൽ ചോദിക്കാനിടയുള്ള ഒരു ചോദ്യം നമുക്ക് തീർച്ചയായും കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.